2023 ഒക്ടോബർ 7 ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രയേലിലേക്ക് ഇരച്ചുകയറി 1000-ൽ പരം നിരപരാധികളെ കൊലപ്പെടുത്തുകയും 250ഓളം പേരെ ബന്ദികളാക്കി കൊണ്ടുപോവുകയും ചെയ്തു. ഇതിന് ഇസ്രയേലിന്റെ തിരിച്ചടി വളരെ വലുതായിരുന്നു. ഹമാസിനെ വേരോടെ നശിപ്പിക്കാൻ തുടങ്ങിയ യുദ്ധം പലസ്തീനിലെ നിരവധി ജീവനുകൾ എടുത്തു. ഇതുവരെ കൊല്ലപ്പെട്ടത് ലക്ഷത്തോളം വരും. കെട്ടിടങ്ങളും വസ്തുവകകളും തകർത്ത് ഗാസയെ ശ്മശാന ഭൂമിയാക്കി മാറ്റി. ഇസ്രായേൽ ഹമാസ് സംഘർഷം അങ്ങനെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധമായി. ഓരോ ആക്രമണത്തിലും നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീഴുമ്പോൾ അതെല്ലാം ഹമാസിനെ ഉന്മൂലനം ചെയ്യാനെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട്. പട്ടിണി മൂലം വയറൊട്ടി തളർന്ന് ശ്വാസം പോലും എടുക്കാൻ സാധിക്കാതെ പിടയുന്ന കുഞ്ഞുങ്ങളോട് എന്ത് നിലപാടാണ് അറിയിക്കാനുള്ളത്? തുരുതുര ഉണ്ടാകുന്ന മിസൈൽ ആക്രമണങ്ങളിൽ ഏത് നിമിഷവും ജീവൻ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും മക്കളെ ചേർത്ത് പിടിക്കുന്ന അമ്മമാരോട് എന്ത് വാക്കാണ് കൊടുക്കാനുള്ളത്? സത്യത്തിൽ ഹമാസിനെതിരെയാണോ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്? ഉറപ്പായുമല്ല. നിഷ്കളങ്കരും സാധാരണക്കാരുമായ ഒരു ജനതയോടാണ് നെതന്യാഹുവിന്റെ പടവെട്ട്. പലസ്തീൻ ഒരു രാഷ്ട്രമായി കാണാൻ സാധിക്കില്ല എന്നതാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വാശി. 2.5 വർഷമായി തുടരുന്ന ഈ മനുഷ്യഹത്യയെ കണ്ടില്ല എന്ന് വെക്കാൻ ലോകരാഷ്ട്രങ്ങൾക്കാവില്ല. ഏറ്റവും ഒടുവിൽ പലസ്തീൻ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ രംഗത്തെത്തിയിരുന്നു. ഫ്രാൻസിന്റെ ഈ പ്രഖ്യാപനം വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്നാണ് മാക്രോൺ പറയുന്നത്. എന്നാൽ ഫ്രാൻസിന്റെ ഈ തീരുമാനം ഇസ്രായേലിനും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ഒരു വെല്ലുവിളിയാണ്. പ്രഖ്യാപനത്തെ എതിർത്ത് ഇരു രാജ്യങ്ങളും രംഗത്തെത്തുകയും ചെയ്തു. ഈ തീരുമാനം ഫ്രാൻസിന് വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇരുവരും മുന്നറിയിപ്പ് നൽകി. വീണ്ടും വിചാരമില്ലാത്ത തീരുമാനമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചത്. ഈ തീരുമാനം ഹമാസിന്റെ പ്രചാരണത്തിന് മാത്രമേ ഉപകരിക്കൂ, സമാധാനത്തിന് തിരിച്ചടിയാകുമെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു. നെതന്യാഹുവിന്റെയും വിമർശനം തന്നെ. ഭീകരതയ്ക്ക് പ്രതിഫലം നൽകുന്നത് പോലെയാണ് ഇതെന്നും ഗാസ മാറിയതുപോലെ മറ്റൊരു ഇറാനിയൻ പ്രോക്സിയെ സൃഷ്ടിക്കുന്നതിനുള്ള സാധ്യതയുള്ള പ്രവൃത്തിയാണിതെന്നുമാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. ഹമാസ് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നില്ല എന്ന് ആരോപിച്ച് അമേരിക്കയും ഇസ്രായേലും പിന്മാറിയതിനെ തുടർന്ന് ഖത്തർ മധ്യസ്ഥത വഹിച്ച സമാധാന ചർച്ചകൾ ഈ ആഴ്ചയും പരാജയപ്പെട്ടിരുന്നു. എന്നാൽ സ്പെയിൻ, നോർവേ, അയർലൻഡ്, മെക്സിക്കോ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ട്. 1988-ൽ പലസ്തീൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം സോവിയറ്റ് യൂണിയൻ അംഗീകരിച്ചുകൊണ്ട് റഷ്യയും പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചു. യുദ്ധ സാഹചര്യത്തിൽ 20 ലക്ഷത്തോളം വരുന്ന ഗാസ ജനത കൊടും പട്ടിണിയാണ് അഭിമുഖീകരിക്കുന്നതെന്ന് UN വെളിപ്പെടുത്തിയിരുന്നു. എന്തിനേറെ പറയുന്നു, ഗാസയിലെ തങ്ങളുടെ പത്രപ്രവർത്തകർ പട്ടിണി നേരിടുകയാണെന്ന് പ്രമുഖ പാശ്ചാത്യ വാർത്താ ഏജൻസികളായ BBC ന്യൂസ്, അസോസിയേറ്റഡ് പ്രസ്, റോയിറ്റേഴ്സ് എന്നിവരും മുന്നറിയിപ്പ് നൽകി. ഒപ്പം വിദേശ മാധ്യമങ്ങൾക്ക് ഗാസയിലേക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് അവർ ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എത്രത്തോളമാണ് ഗാസ നേരിടുന്ന പട്ടിണിയുടെ വ്യാപ്തിയെന്ന് ഇതിലൂടെ മനസ്സിലാകും. കൊടും പട്ടിണിയുടെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന 100-ലേറെ സന്നദ്ധ സംഘടനകളും മനുഷ്യാവകാശ സംഘടനകളും ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. മെഴ്സി കോർ, ദ നോർവീജിയൻ റെഫ്യൂജി കൗൺസിൽ ആൻഡ് റെഫ്യൂജി ഇന്റർനാഷണൽ എന്നിവയുൾപ്പെടെ 111 സംഘടനകൾ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പട്ടിണിയാലും പോഷകാഹാര കുറവിനാലും 3 ദിവസത്തിനിടെ 21 കുട്ടികൾ മരിച്ച സാഹചര്യത്തിൽ കൂടിയാണിത്.